നാരായണീയം ശരിക്കും എന്താ പറയുന്നത്? വിഷ്ണു ഭഗവാന്റെ കഥയാ. ഈ ലോകം ഉണ്ടായ കാലം തൊട്ട് അദ്ദേഹത്തിന്റെ ഓരോ അവതാരങ്ങളെക്കുറിച്ചും പിന്നെ ജീവിതത്തിന്റെ വലിയ സത്യങ്ങളെക്കുറിച്ചും ഒക്കെ ഇതിൽ. അപ്പൊ ലോകം ഉണ്ടായതിനെ കുറിച്ചാണോ ആദ്യം പറയുന്നത്? അതെ, ചുരുക്കത്തിൽ പറഞ്ഞ അങ്ങനെയാ. പാലാഴിയിൽ ഭഗവാൻ പള്ളി കൊള്ളുന്നു. ഭഗവാന്റെ നാഭിയിൽ നിന്ന് ഒരു താമര വിരിയുന്നു. ആ താമരയിൽ നിന്നാണ് ബ്രഹ്മാവ് ജനിക്കുന്നത്. വേദങ്ങളിലെ അറിവ് വെച്ച് ബ്രഹ്മാവ് ഈ ലോകം സൃഷ്ടിക്കാൻ തുടങ്ങി. മുനിമാരെയും ജീവജാലങ്ങളെയുമൊക്കെ അങ്ങനെയാ ഉണ്ടാക്കിയത്. എല്ലാവരും കൂടി ചേർന്നാണോ ഇതൊക്കെ സൃഷ്ടിച്ചത്? അങ്ങനെയല്ല. ബ്രഹ്മാവ് ആദ്യം 4 മുനിമാരെ സൃഷ്ടിച്ചു. സനകൻ, സനന്ദനൻ, സനാതനൻ, പിന്നെ സനൽകുമാരൻ. കാണാൻ കൊച്ചുകുട്ടികളെ പോലെയാണെങ്കിലും ഭയങ്കര നിഷ്കളങ്കരായിരുന്നു അവർ. പക്ഷെ അവരുടെ മനസ്സെപ്പോഴും വിഷ്ണു ഭഗവാനിലായിരുന്നു. എന്നിട്ടവരെന്തു ചെയ്തു? അവർ വിചാരിച്ചു, നമുക്ക് നേരിട്ട് പോയി വിഷ്ണു ഭഗവാനെ ഒന്ന് കാണണം. അങ്ങനെ അവർ ഭഗവാന്റെ വാസസ്ഥലമായ വൈകുണ്ഠത്തിലേക്ക് തിരിച്ചു. അവർക്ക് പെട്ടെന്ന് തന്നെ അകത്തു കയറാൻ പറ്റി കാണുമല്ലേ? അവിടെയാണ് കഥ മാറുന്നത്. വൈകുണ്ഠത്തിന്റെ കവാടത്തിൽ ജയൻ എന്നും വിജയൻ എന്നും പേരുള്ള 2 ശക്തരായ കാവൽക്കാരുണ്ടായിരുന്നു. സാക്ഷാൽ വിഷ്ണു ഭഗവാന്റെ തന്നെ കാവൽക്കാരായിരുന്നു അവർ. എന്നിട്ട് അവരെന്താ ഈ മുനിമാരെ അകത്തേക്ക് വിടാതിരുന്നത്? കുറേ കാലം കഴിഞ്ഞപ്പോൾ അവർക്ക് ചെറിയൊരു അഹങ്കാരം വന്നു. ഞങ്ങൾ ഈ ലോകനാഥന്റെ കാവൽക്കാരാ, ഞങ്ങളുടെ അനുവാദമില്ലാതെ ആരും അകത്തേക്ക് കയറില്ല എന്നവർ കരുതി. ആ ഒരു ഗർവ് പതിയെ അഹങ്കാരമായി മാറി. അപ്പോഴാണോ മുനിമാർ അങ്ങോട്ട് വന്നത്? അതെ, സനകാദി മുനിമാർ കൊച്ചുകുട്ടികളെപ്പോലെ നടന്ന് കവാടത്തിനടുത്തേക്ക് ചെന്നു. പക്ഷെ ജയനും വിജയനും അവരെ കണ്ടപ്പോൾ വിചാരിച്ചു, ഇവരൊക്കെ വെറും കുട്ടികളല്ലേ, ഇവർക്കിവിടെ എന്ത് കാര്യമെന്ന്. അങ്ങനെ അവർ മുനിമാരെ തടഞ്ഞു. അത് കേട്ടപ്പോ മുനിമാർക്ക് ദേഷ്യം വന്നു കാണുമല്ലോ? അതെ, മുനിമാർക്ക് അവരുടെ അഹങ്കാരം മനസ്സിലായി. അഹങ്കാരത്തിന് സ്ഥാനമില്ലാത്ത ഈ വൈകുണ്ഠത്തിൽ എങ്ങനെയാണ് ഇത്രയും ഗർവുണ്ടാവുന്നത് എന്നവർ ചോദിച്ചു. ആ നിമിഷം തന്നെ അവർ അവരെ ശപിച്ചു, നിങ്ങൾ മനുഷ്യലോകത്തിൽ അസുരന്മാരായി ജനിക്കട്ടെ എന്ന്. അതൊരു വലിയ ശിക്ഷയായി പോയല്ലോ. അതെ, പക്ഷെ ഒരു കാര്യമുണ്ട്. ജയനും വിജയനും തിരിച്ചു തർക്കിക്കാൻ നിന്നില്ല. അവർ മുട്ടുകുത്തി വീണു പറഞ്ഞു, അസുരന്മാരായി ജനിച്ചാലും ഞങ്ങൾക്ക് ഭഗവാനെ മറക്കാതിരിക്കാൻ പറ്റണേ എന്ന്. അപ്പോ വിഷ്ണു ഭഗവാൻ എന്താ ചെയ്തത്? ഭഗവാൻ ലക്ഷ്മീദേവിയോടൊപ്പം അവിടെ പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് എല്ലാവരെയും സമാധാനിപ്പിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ ഭൂമിയിൽ 3 ജന്മമെടുക്കും, അത് കഴിഞ്ഞാൽ തിരിച്ചെന്റെ അടുത്ത് തന്നെ വരും. അപ്പോ അവർ വീണ്ടും ജനിച്ചോ? അതെ, കശ്യപമുനിക്കും ദിതിക്കും മക്കളായിട്ടാണ് അവർ ജനിച്ചത്. ഭയങ്കര ശക്തിയുള്ള 2 പേർ, ഹിരണ്യകശിപുവും ഹിരണ്യാക്ഷനും. അപ്പൊ ഇതെല്ലാം ഈ ഒരു അഹങ്കാരം കാരണം വന്നതാണല്ലേ? കൃത്യം. ഭഗവാന്റെ ഏറ്റവും അടുപ്പമുള്ളവർ പോലും അഹങ്കാരം കാരണം താഴേക്ക് പോയി. അതൊരു വലിയ പാഠം തന്നെയാണ്. അതെ, അഹങ്കാരം ആർക്കും വരാം എന്ന് തന്നെയാണ്.